ഇന്നൊക്കെ നമുക്കറിയാം പല പല സ്ഥലങ്ങളിലും അധികാരത്തിന് വേണ്ടിയിട്ട് എനിക്ക് അതിന്റെ സ്ഥാനം കിട്ടണം അല്ലെങ്കിൽ എനിക്ക് അധികാരം കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് പല പല പ്രശ്നങ്ങൾ നമ്മുടെയൊക്കെ നാടുകളിൽ നടക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബിയായ എൻ്റെ പ്രിയമുള്ളവരെ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ അവിടുന്ന് പറയുന്നുണ്ട്, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ബിശ്ർ ഇബ്നു ആസിം റളിയല്ലാഹു തആല അൻഹുവിനെ സ്വൻആയിലെ സകാത്തിന്റെ ഔദ്യോഗിക സ്ഥാനം അതിന്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് ഒരിക്കൽ നിയമിക്കുകയുണ്ടായി. ഒരിക്കൽ ആ വിഷയമായിട്ട് മഹാനവറുകളോട് പറഞ്ഞപ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ മഹാനായ ബിശ്ർ ഇബ്നു ആസിം റളിയല്ലാഹു തആല അൻഹു ആ വിഷയത്തിൽ നിന്ന് അവിടെ നിന്ന് മാറി പോവുകയുണ്ടായി. എനിക്കത് ഏറ്റെടുക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ട് അവിടുന്ന് എൻ്റെ പ്രിയമുള്ളവരെ മാറി നടക്കാണ്, അത് വിസമ്മതിക്കാൻ. എന്റെ പ്രിയമുള്ളവരെ ഇങ്ങനെ കടന്നു പോകുന്ന സമയത്താണ് അല്ലാഹുവേ പടച്ച റബ്ബേ ഒരിക്കലും മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പടച്ച റബ്ബേ പ്രിയപ്പെട്ട സ്വഹാബിയായ ബിശ്ർ റളിയല്ലാഹു തആല അൻഹുവിനെ കാണുകയാണ്. അല്ലാഹുവേ പടച്ച റബ്ബേ എവിടെയെന്നറിയോ പടച്ചവനെ പള്ളിയുടെ കവാടത്തിൽ വെച്ചിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അദാ ബിശ്ർ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് കാണുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബിയായ ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പടച്ച റബ്ബേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ചോദിക്കുകയാണ്, ബിശ്റേ നിങ്ങളെ ഞാനൊരു കാര്യം ഏൽപ്പിച്ചിരുന്നല്ലോ ബിശ്റേ, എന്തേ നിങ്ങൾ ആ കാര്യം ഏറ്റെടുക്കാതിരുന്നത്? എന്തേ നിങ്ങൾ ആ കാര്യം ഏറ്റെടുക്കാതിരുന്നത്? അത് ഫഖീറുകൾക്കും മിസ്കീന്മാർക്കും ഉള്ളതാണ്, അത് നിങ്ങൾക്കറിയില്ലേ സ്വഹാബ? എന്തേ നിങ്ങൾ ആ കാര്യം ഏറ്റെടുക്കാതിരുന്നത് എന്ന് ചോദിക്കുമ്പോ പടച്ചവനെ അധികാരങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് നടക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, എനിക്ക് പള്ളിയിലെ കമ്മിറ്റിക്കാരനാകണം, എനിക്ക് ഖജാൻജിയാകണം, എനിക്ക് സെക്രട്ടറി ആകണം, എനിക്ക് പ്രസിഡന്റ് ആകണം, അല്ലെങ്കിൽ എനിക്ക് യതീംഖാനയുടെ സെക്രട്ടറി ആകണം, അത് നടത്തുന്നവര് ഞാനാകണം, അത് പറയുന്നവര് ഞാനാകണം, അതിന്റെ കാര്യങ്ങൾ കൊണ്ട് നടക്കേണ്ടത് ഞാനാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നടക്കുന്ന എത്രയോ ആളുകളുണ്ടല്ലോ. മഹാനായ ബിശ്ർ റളിയല്ലാഹു തആല അൻഹു അതാ അവിടുന്ന് പറയുന്ന മറുപടി എന്താണെന്നറിയോ? അവിടുന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് പടച്ചവനെ അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്ന മറുപടി എന്താണെന്നറിയോ? അവിടുന്ന് പറയുകയാണ്, ഒരിക്കൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവിടെ നിന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ജനങ്ങളുടെ ഏതെങ്കിലും കാര്യങ്ങൾ ഏറ്റെടുക്കുന്നവരുണ്ടല്ലോ, പടച്ചവനെ നരകത്തിന്റെ പാലത്തിൽ ഇങ്ങനെ നിർത്തുകയാണ്, സിറാത്ത് പാലത്തിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോ അവനെ സിറാത്ത് പാലത്തിന്റെ നടുഭാഗത്ത് ഇങ്ങനെ നിർത്തുകയാണ്. എന്നിട്ടോ പടച്ചവനെ അത് അവനെ കൊണ്ടതായി ഇങ്ങനെ വിറക്കുകയാണോ? ആ ഒരു അധികാരം അവനെ കൊണ്ടിങ്ങനെ വിറക്കുമല്ലോ. ഒന്നിരിക്കൽ അവൻ അവിടെ നിന്ന് രക്ഷപ്പെടുന്നതാണ്, അവൻ അവിടെ നിന്ന് രക്ഷപ്പെടുന്നതാണ്. അവൻ നന്മയാണ് അവിടെ പ്രവർത്തിച്ചിട്ടുള്ളതെങ്കിൽ, അവൻ ഏറ്റെടുത്ത അധികാരം വേണ്ടതുപോലെ അവൻ പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിലോ, അവൻ ഏറ്റെടുത്ത കാര്യങ്ങൾ വേണ്ടതുപോലെ അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, അവിടുന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, അവിടെ നിന്നതാ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്. അവന്റെ കാര്യങ്ങൾ അവന് വേണ്ടതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ അവിടെ നിന്ന് രക്ഷപ്പെടുകയാ. ഒരടിമണി തൂക്കം പോലും പടച്ചവനെ അതിന് കളങ്കമാണ് വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അവന് രക്ഷപ്പെടില്ലല്ലോ, ഒരിക്കലും തന്നെ അവന് രക്ഷപ്പെടില്ല. അവന്റെ ശരീരത്തിലെ ഓരോ എല്ലുകളുണ്ടല്ലോ,
പരസ്പരം ഇങ്ങനെ പടച്ചവനെ വേർപെടുകയാണല്ലോ, അവിടുന്ന് ഇങ്ങനെ വേർപിരിയുകയാണല്ലോ. ഒരിക്കലും തന്നെ അവന് രക്ഷപ്പെടാത്ത നിലക്കുള്ള നരകത്തിന്റെ ഉള്ളില് പടച്ചവനെ ഖബർ പോലെ ഇരുളുണ്ട്. ആ ഇരുളിന്റെ ഉള്ളറയിലേക്ക് ഒരു കിണർ പോലെയുള്ള ഇരുളാണത്. ആ ഇരുളിലേക്ക് അവനെ വലിച്ചെറിയുകയാ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്. ആ ഇരുളിന്റെ അവസ്ഥ എന്താണെന്നറിയോ? ആ ഇരുളിന്റെ അവസ്ഥ എന്താണെന്നറിയോ? മുത്തുനബിയാണ് ഉമ്മാവെന്ന് പറയുന്നത്, മുത്തുനബിയാണ് വാപ്പാവിടെ നിന്ന് നമ്മോട് പറയുന്നത്. അല്ലാഹുവേ, പ്രവാചകർ അവിടുന്ന് പറയുകയാ, 70 വർഷക്കാലം സഞ്ചരിച്ചാലല്ലാതെ 70 വർഷക്കാലം സഞ്ചരിച്ചാലല്ലാതെ പടച്ചവനെ ആ ഇരുളിന്റെ ഉള്ളറയിലേക്ക് കടന്നു ചെല്ലാ ഒരാൾക്കും കഴിയുന്നതല്ല, ഒരാൾക്കും തന്നെ കഴിയുന്നതല്ല. അതുകൊണ്ട് ഉമറേ, ആ ഒരു കാര്യമുണ്ടല്ലോ, സക്കാത്തിന്റെ കാര്യമുണ്ടല്ലോ, അല്ലാഹുവേ ഫഖീറിന്റെയും മിസ്കീന്മാരുടെയും കാര്യങ്ങളുണ്ടല്ലോ, എനിക്കങ്ങ് ഏറ്റെടുക്കാൻ, എനിക്ക് ഏറ്റെടുക്കാൻ എനിക്ക് പ്രയാസമാണ്. അത് വേണ്ടതുപോലെ പൂർത്തിയാക്കാൻ എന്നെ കൊണ്ട് കഴിയുമോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് എന്നെ കൊണ്ട് കഴിയില്ല, അതുകൊണ്ട് എന്നെ കൊണ്ട് കഴിയുന്നതല്ല. പടച്ചവനെ, മഹാനായ ബിശ്ർ റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ കണ്ണീരോടെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുകയാണ്, എനിക്ക് നരകത്തെ പേടിയാണ് ഉമറേ, എനിക്ക് അല്ലാഹുവിനെ പേടിയാണ് ഉമറേ, എന്നെ കൊണ്ട് കഴിയുന്നതല്ലെന്ന് പറയുമ്പോ പടച്ചവനെ ഇത് കേട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തല താഴ്ത്തിക്കൊണ്ട് ഒന്നും മിണ്ടാതെ പടച്ചവനെ അവിടെ മടങ്ങുകയാണോ. നേരെ വരികയാണ് മഹാനായ സൽമാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുത്തേക്ക്. പിന്നെ അതാ മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുത്തേക്ക്. രണ്ടുപേരെയും കണ്ടുമുട്ടി രണ്ടുപേരുടെ അടുക്കൽ ചെന്നിട്ട് പറയുകയാണ്, ഞാൻ ബിശ്ർ റളിയല്ലാഹു തആല അൻഹുവിനെ സക്കാത്തിന്റെ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അല്ലാഹ് ബിശ്ർ തങ്ങളെ നിഷേധിക്കുകയാണ്. പിന്നീട് ബിശ്ർ തങ്ങളെ ഞാൻ കണ്ടപ്പോ, കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടപ്പോ ബിശ്ർ തങ്ങളോട് ഞാൻ ചോദിച്ചപ്പോ പഠിച്ചവനെ ബിശ്ർ തങ്ങളെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞതായിട്ടോ ഇങ്ങനെ ഒരു കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇത് സത്യമാണോ? അല്ലാഹുവിന്റെ ഹബീബ് അങ്ങനെ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ നരകത്തിന്റെ കാര്യം പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അവിടുന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബിയായ പടച്ചവനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ചോദിക്കുമ്പോ അവിടുന്ന് പറയുന്നു, ഉമറേ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ടല്ലോ, പടച്ചവനെ ഇങ്ങനെ പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഉമറേ. ഉമർ റളിയല്ലാഹു തആല അൻഹു ഉണ്ടല്ലോ, ഈ വിവരം ഇങ്ങനെ പറയുന്ന സമയത്ത് പടച്ചവനെ മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹുവിനോട് സൽമാൻ തങ്ങളോട് റളിയല്ലാഹു അൻഹുമാ രണ്ടുപേരോടും അവിടുന്ന് പറയുമ്പോൾ ഉമർ തങ്ങളുടെ മുഖത്ത് വല്ലാത്ത പേടിയാണ്, മുഖം ഇങ്ങനെ ചുവന്നിട്ടുണ്ട്. അല്ലാഹ് കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ്, കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ്. അതാവിടുന്ന് അല്ലാഹുവേ പടച്ചറബേ ഉമർ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, അതുകൊണ്ട് ഇനി എങ്ങാനും നിങ്ങൾ ഈ കാര്യം ഏറ്റെടുക്കുമോ? നിങ്ങളൊന്ന് ഏറ്റെടുക്കുമോ? ഈ കാര്യത്തെ നിങ്ങളൊന്ന് ഏറ്റെടുക്കുമോ എന്ന് ചോദിക്കുമ്പോ പഠിച്ചവനെ അതാ രണ്ടുപേരും അവിടുന്ന് പറയുന്നു, ഉമറേ, ഞങ്ങളിത് ഏറ്റെടുക്കാൻ തയ്യാറല്ല ഉമറേ, ഞങ്ങളിത് ഏറ്റെടുക്കാൻ തയ്യാറല്ല ഉമറേ. കാരണം എന്താണെന്ന് അറിയോ?
അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ കാര്യം പറയുന്നത് ഞങ്ങൾ അവിടെ വ്യക്തമായിട്ട് കേട്ടിട്ടുണ്ട് ഉമറേ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയമാണ്, ഞങ്ങൾക്ക് വല്ലാത്ത പേടിയാണ് ഉമറേ. പടച്ച റബ്ബിന്റെ കത്തിയാളുന്ന നരകമുണ്ടല്ലോ, ആ നരകത്തിൽ കിടക്കുന്ന അവസ്ഥയുണ്ടല്ലോ, ഞങ്ങളെ കൊണ്ട് താങ്ങാൻ കഴിയില്ലെന്നോ അതാവിടുന്ന് പ്രിയപ്പെട്ട ഈ രണ്ട് സ്വഹാബികൾ അവിടുന്ന് പറയുമ്പോൾ പടച്ചവനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പടച്ച റബ്ബേ അവിടുന്ന് വല്ലാതെ പരിഭ്രമിക്കുകയാ. എന്നിട്ടതാ അവർ രണ്ടുപേരും പറയുകയാണ്, ഉമറേ ഞങ്ങളിത് ഏറ്റെടുക്കുന്നില്ലെങ്കിലും ഞങ്ങളെ കൊണ്ട് ഇത് കഴിയില്ലല്ലോ. നരകത്തിന്റെ ഭയാനകത അത്രയ്ക്കും കൂടുതലാണല്ലോ, നരകത്തിന്റെ ഭയാനകത അത്രയ്ക്കും കൂടുതലാണല്ലോ. അതുകൊണ്ട് ഞങ്ങൾക്കിത് ഏറ്റെടുക്കാൻ കഴിയില്ല. പടച്ചവനെ ഞങ്ങളിത് ഏറ്റെടുത്തിട്ടില്ലെങ്കിലും ഉണ്ടല്ലോ ഉമറേ, ഒരിക്കലും തന്നെ അർഹതയില്ലാത്ത ആളുകളുണ്ടല്ലോ, അർഹതപ്പെടാത്ത ആളുകളുണ്ടല്ലോ, ഇത് കൊണ്ട് നടക്കാൻ അർഹതയില്ലാത്ത കഴിയാത്ത ആളുകളുണ്ടല്ലോ, അവരിലേക്ക് ഒരിക്കലും തന്നെ ഇത് ഏൽപ്പിച്ചു കൊടുക്കരുതേ, ഒരിക്കലും തന്നെ ഇത് ഏൽപ്പിച്ചു കൊടുക്കരുതേ ഉമറേ എന്നതാ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവോട് പഠിപ്പിക്കുകയാ. ഉമർ തങ്ങളോട് പറയുകയാണ്, പടച്ച റബ്ബേ അധികാരം ആഗ്രഹിച്ചുകൊണ്ട് നടക്കുന്ന എന്റെ വാപ്പാ, എനിക്ക് പള്ളിയുടെ സെക്രട്ടറി ആകണല്ലോ, എനിക്ക് ഖജാൻജിയാകണല്ലോ, ഞാനാണ് ഇവിടുത്തെ കാരണവരെന്ന് പറയണല്ലോ, നാട്ടിലൊരു സ്ഥാനം എനിക്ക് വേണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തെ ആഗ്രഹിച്ചിട്ട് നടക്കുമ്പോ പൊന്നുമോനെ ഒരു നിമിഷമെങ്കിലും ആലോചിച്ചോ, അതിന് വേണ്ടി മഹല്ലത്തിൽ പ്രശ്നമുണ്ടാക്കുന്ന ആളുകളില്ലയോ, അതിന് വേണ്ടിയിട്ട് മഹല്ലുകളിൽ പഠിച്ചവനെ പ്രശ്നമുണ്ടാക്കുന്ന ആളുകളുണ്ടല്ലോ, കമ്മിറ്റിക്കാർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളുണ്ടല്ലോ, സമൂഹത്തിനിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളുണ്ടല്ലോ, സംഘടനകൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളുണ്ടല്ലോ. വേണ്ട പോലെ നിനക്കിത് പൂർത്തിയാക്കാൻ കഴിയുമോ, നിനക്കിത് വേണ്ടതുപോലെ ചെയ്യാൻ വേണ്ടതുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിനക്ക് കഴിയുമോ എന്ന് നിനക്കറിയുമോടാ എന്ന് നീ ഒന്ന് സ്വന്തം ഒന്ന് ആലോചിച്ചു നോക്ക്. ഈ ദുനിയാവിൽ നിന്റെ കൂടെ ഒരുപാട് ആളുകൾ ഉണ്ടാകാം, ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകാം, ഒരുപാട് സഹായങ്ങൾ നിനക്ക് വേണ്ടി ചെയ്യുന്നവരുണ്ടാകാം, നിനക്ക് വേണ്ടിയിട്ട് പറയാനും കേൾക്കാനും ഒക്കെ ദുനിയാവിന്റെ തുരിക്ക് മുകളിൽ ആളുകൾ ഉണ്ടാകാം. മോനെ നിനക്ക് സന്തോഷത്തിന് വേണ്ടിയിട്ട് കൈയടിക്കാൻ ആളുകൾ ഉണ്ടാകാം. പക്ഷേ ഒരു കാര്യം നീ മനസ്സിലാക്കണേ, നീ അല്ലാഹുവിന്റെ ഖബറിലേക്ക് ചെല്ലുമ്പോ നിന്നെ എടുത്ത സ്ഥലത്ത് നിന്നെ കുഴിച്ചിടുന്ന സമയത്ത്, ഖബറിലേക്ക് നിന്നെ വെക്കുന്ന സമയത്ത് നിന്റെ കൂടെ നീ ഇല്ല, നീ മാത്രമേ ഉള്ളൂ, നീ ചെയ്ത് കൂട്ടിയത് മാത്രമേ ഉള്ളൂ. അവിടെ നിന്റെ ഭാര്യയില്ല, നിന്റെ മക്കളില്ല, നിന്റെ കൂട്ടുകാരില്ല, നിനക്ക് ജയ് വിളിച്ചവരില്ല, നിനക്ക് കൊടി പിടിച്ചവരില്ല. പടച്ച റബ്ബേ നിനക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത ഒരാളെയും നിനക്ക് അവിടെ കാണില്ലല്ലോ. നിനക്ക് അവിടെയുള്ളത് നീ എന്താ നന്മ ചെയ്തിട്ടുള്ളത്, ആ നന്മകൾ മാത്രമാണ് നിന്റെ കൂടെയുള്ളത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെവിയിൽ നിന്ന്, അവിടുത്തെ അതരമൊഴികളിൽ നിന്ന് പടച്ച റബ്ബേ ഈ ഒരൊറ്റ കാര്യത്തെ കേട്ട സ്വഹാബത്തുണ്ടല്ലോ, ഈ വിഷയത്തെ മുഴുവനും പേടിച്ചുകൊണ്ട് മാറി നിർത്തിയെങ്കിൽ അവർക്ക് അത്രയ്ക്ക് ഈമാൻ നമുക്കുണ്ടാകും, അവർക്ക് അത്രയ്ക്ക് ഈമാൻ നമുക്കുണ്ടോ വാപ്പാ. അതുകൊണ്ട് അധികാര മോഹം നീ നിന്റെ ഹൃദയത്തിലുണ്ടെങ്കിലോ, അധികാരത്തിന്റെ മോഹം നമുക്കുണ്ടെങ്കിലോ അത് വേണ്ടല്ലോ, അത് എനിക്കും നിങ്ങൾക്കും വേണ്ട, അത് എനിക്കും നിങ്ങൾക്കും വേണ്ട. നിനക്ക് അർഹതയുണ്ടെങ്കിലോ നീ മേടിക്കാതെ, നീ ചോദിക്കാതെ അല്ലാഹ് നിന്റെ കയ്യിലേക്ക് തരുമല്ലോ, അല്ലാഹ് നിന്റെ കയ്യിലേക്ക് തരുന്നതാ.
അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, പല മഹല്ലത്തിലും ഇന്ന് പ്രശ്നമാണ്. ഇന്ന ആളുകൾക്ക് സെക്രട്ടറി ആകണം, ഇന്ന ആളുകൾക്ക് പ്രസിഡന്റ് ആകണം, ഇന്ന ആളുകൾക്ക് ഇന്ന സ്ഥാനത്തിരിക്കണം എന്ന് പറഞ്ഞിട്ട് പടച്ചറബ്ബേ മഹല്ലുകളിൽ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾ ഈ ചരിത്രം ഒന്ന് പഠിക്കുക, ഈ ഹദീസ് ഒന്ന് പഠിക്കുക. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, ഈ സിറാത്ത് പാലത്തിൽ അവൻ എങ്ങനെ നിർത്തും, ഈ അധികാരം അവന്റെ കയ്യിൽ കൊടുക്കും, അവനിങ്ങനെ കിടുകിടാ വിറക്കും. ഇത് അവൻ നന്മ ചെയ്തിട്ടില്ലെങ്കിൽ ഇതോടുകൂടെ അവൻ സ്വർഗ്ഗത്തിൽ കടക്കും, അല്ലെങ്കിൽ അതോടുകൂടെ നരകത്തിൽ കടക്കും. അവന്റെ എല്ലുകൾ അവന്റെ ശരീരത്തിൽ ഇങ്ങനെ വേർപിരിയും. എന്റെ പ്രിയമുള്ളവരെ, 70,000 വർഷങ്ങൾ കഴിഞ്ഞാലേ അതിന്റെ ഉള്ളറയിലേക്ക് എത്താൻ കഴിയോ? അങ്ങനത്തെ ഒരു കിണർ പോലെയുള്ള സ്ഥലത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ വലിച്ചെറിയും എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു തആല നിനക്ക് അധികാരമുണ്ടെങ്കിൽ, നിനക്ക് ആ പരിശുദ്ധമായ നന്മയ്ക്ക് ആ ഒരു അധികാരത്തിൽ ഇരിക്കാൻ നിനക്ക് ഉത്തരവാദിത്വവും അതിനുള്ള പവറും അതിനുള്ള എല്ലാ കാര്യങ്ങളും നിനക്ക് അതിന് ഉണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ മുമ്പിലേക്ക് അധികാരത്തെ എത്തിച്ചേരും. അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. അല്ലാഹു നമുക്ക് കാണിച്ചു തരും. എന്റെ പ്രിയമുള്ളവരെ, ഇതിലെ വഴിയും അതിനുള്ള എല്ലാം അല്ലാഹു തആല കാണിച്ചു തരും. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. നന്മയുള്ള ആളുകളിലേക്ക് അല്ലാഹു തആല അതിന്റെ യഥാർത്ഥ ആളുകളിലേക്ക് അല്ലാഹു തആല അധികാരത്തിക്കോലോ. ഇപ്പൊ നമുക്കറിയാം, ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അജയ്യരായ നേതാവ് ഉസ്താദ് കഴിഞ്ഞ ദിവസം ഒരു പ്രഭാഷണത്തിൽ പറയുകയുണ്ടായി, എന്റെ പ്രിയമുള്ളവരെ, അവർക്ക് ദീനിനെ അത്രയും സ്നേഹിച്ചുകൊണ്ട് തഖ്വയോട് കൂടി ദുനിയാവിന്റെ തുലിക്കുമുകളിലൂടെ കടന്നു പോകുന്ന മഹാന്മാരാണ്. അവിടുന്ന് പറയാണ്, ഇങ്ങനെ ഒരു അധികാരത്തെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. മനസ്സിലാക്കണം. അവരുടെ വാക്കുകളായിരുന്നത് അല്ലാഹുവേ, ഇതൊക്കെ മഹാന്മാരിലൂടെ അങ്ങനെ എന്റെ കയ്യിലേക്ക് എത്തിയതാണ്. മനസ്സിലായോ? ദിവസം പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു പള്ളിയുടെ പിന്നെ ഖാലിസ്ഥാനം ഏറ്റെടുത്തപ്പോൾ ഒരുപാട് വിസമ്മതിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ടവർ. പിന്നെയും ഇങ്ങനെ അതൊക്കെ ഈ അടുത്തുള്ള പ്രഭാഷണങ്ങളൊക്കെ ഒരുപാട് കേട്ടിരുന്നു ഉസ്താദിന്റെ. അപ്പൊ സത്യം പറഞ്ഞാൽ മഹാന്മാരായ അല്ലാഹുവിനെ പേടിച്ചിട്ട് ജീവിക്കുന്ന ആളുകൾ അങ്ങനെയാണ്, അവരങ്ങനെയാണ്. എന്റെ പ്രിയമുള്ളവരെ, അങ്ങനെ അധികാരം നമുക്ക് വേണമെങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് അതിന് അർഹതയുണ്ടെങ്കിൽ അല്ലാഹു തആല അർഹതയുള്ളവരുടെ കയ്യിലേക്ക് അല്ലാഹു തആല തരും. നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ എന്റെ പ്രിയമുള്ളവരെ, അത് വേണ്ടതുപോലെ പൂർത്തിയാക്കാൻ നമുക്ക് കഴിയില്ല. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഒരു അധികാരം നമുക്ക് വേണ്ട, ഒരു അധികാരം അല്ലാഹുവേ പടച്ചവനെ നമുക്ക് വേണ്ട. അതുണ്ടെങ്കിൽ നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ നിന്നെ ആ അധികാരത്തിന്റെ പേരിൽ ചോദ്യം ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. ഇൻഷാ അല്ലാഹ് പടച്ച തമ്പുരാനോട് ദുആ ചെയ്തു അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മുടെ പാപങ്ങളും നമ്മുടെ എല്ലാം പറഞ്ഞിട്ട് നമ്മൾ ദുആ ചെയ്യണം. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളും അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്റെ പ്രിയമുള്ളവരെ, 5 വഖത്ത് നമസ്കാരം. ഈ 5 വഖത്ത് നമസ്കാരത്തിൽ നമ്മൾ വേണ്ടതുപോലെ പ്രിയമുള്ളവരെ ശ്രദ്ധിക്കണം. എത്ര വലിയ ആഹ്ലാദത്തിലായാലും, എത്ര വലിയ ആനന്ദത്തിലായാലും, നമ്മൾ എത്ര വലിയ അധികാരത്തിലായാലും, നമ്മുടെ എത്ര വലിയ സന്തോഷത്തിന്റെ മേഖലയിലായാലും ഒരിക്കലും തന്നെ പരിശുദ്ധമായ നമസ്കാരത്തെ നമ്മൾ ഒഴിവാക്കരുത്. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിനെ നമ്മൾ മറക്കരുത്. നമുക്കെല്ലാം തരുന്നത് പടച്ച റബ്ബാണ്. നമ്മളെ സൃഷ്ടിച്ചത്, നമ്മളെ പരിപാലിക്കുന്നത്, നമുക്കെല്ലാം തരുന്നത് ഏകനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ആ പടച്ച തമ്പുരാനെ നമ്മൾ മറക്കരുത്. ആ അല്ലാഹുവിന്റെ പള്ളി മിനാരങ്ങളിൽ നിന്ന് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഹയ്യാലസ് സ്വലാഹ്, ഹയ്യാലൽ ഫലാഹ് എന്നുള്ള വിളി അവിടെ നിന്ന് കേട്ടാൽ എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ പിന്നെ മടിച്ചു നിൽക്കരുത്. ആ പടച്ച തമ്പുരാന്റെ മുമ്പിൽ പോയിട്ട് നമസ്കരിക്കാനുള്ള മനസ്സ് നമുക്ക് വേണം. അല്ലാഹു തആല ബോധം നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ അല്ലാഹുവിന്റെ മുമ്പിൽ നമുക്ക് നമസ്കരിക്കാനുള്ള മനസ്സില്ലെങ്കിൽ, അതിനുള്ള തൗഫീഖ് കിട്ടിയിട്ടില്ലെങ്കിൽ ദുനിയാവിൽ അല്ലാഹു തആല എനിക്കും നിങ്ങൾക്കും തരുന്ന ശിക്ഷയാണ്. മനസ്സിലാക്കണം.
ഇവിടെ നിന്ന് നമസ്കരിക്കാനുള്ള ബോധം നമുക്കില്ലെങ്കിൽ അത് അല്ലാഹു നമുക്ക് നൽകുന്ന ശിക്ഷയാണ്. മനസ്സിലാക്കി നിങ്ങൾ അല്ലാഹു നൽകുന്ന ശിക്ഷയാണ്. അല്ലാഹുവേ പടച്ചവനെ നീ ഞങ്ങൾക്ക് നന്മ നൽകണേ റബ്ബേ. പടച്ചവനെ നീ ഞങ്ങളെ കാത്ത് രക്ഷിക്കണേ റഹ്മാനേ. എൻ്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ വന്നിട്ടുണ്ട് റബ്ബേ. ഒരുപാട് തെറ്റുകൾ വന്നിട്ടുണ്ട് റബ്ബേ. എല്ലാം പുറത്തു തരണേ അല്ലാഹ്. പടച്ച തമ്പുരാനോട് നമ്മുടെ പാപങ്ങൾ നമ്മൾ കണ്ടതും കേട്ടതും ചിന്തിച്ചതുമായ പാപങ്ങൾ അല്ലാഹുവേ നീ മനസ്സിലാക്കാൻ തൗഫീഖ് തരണേ റബ്ബേ. അല്ലാഹുവേ നീ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നീ നൽകണേ റഹ്മാനേ. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, ഇന്ന് നമ്മൾ പറയുന്ന പ്രധാനപ്പെട്ട വിഷയം ഈ 3 സ്വഭാവം. എൻ്റെ പ്രിയമുള്ളവരെ, ഈ ഒരു കാര്യം നമ്മുടെ മനസ്സിനകത്തുണ്ടായാൽ, നമ്മൾ ഈ കാര്യം 3 ദിവസം നമ്മൾ തുടർന്നാൽ അല്ലാഹുവേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇതിന്റെ ഒരു അമലും അല്ലാഹു തആല സ്വീകരിക്കൂല. അങ്ങനത്തെ ഒരു കാര്യം ഏതാണെന്ന് അറിയോ? നമ്മുടെ കൂട്ടുകാരോട്, നമ്മുടെ ഉമ്മയോട്, ബാപ്പയോട്, നമ്മുടെ ബന്ധപ്പെട്ടവരോട്, എൻ്റെ പ്രിയമുള്ളവരെ ഇണങ്ങി ജീവിക്കലാണ്. തെറ്റിക്കൊണ്ട് എത്ര ആളുകളുണ്ടെന്നറിയോ? സമ്പത്തിന്റെ പേരില്, സ്ഥലം മോഹിക്കുന്നതിന്റെ പേരില് പടച്ചവനെ മറ്റുള്ളവരോട് കഴിയുന്ന എത്ര ആളുകളുണ്ട്. അത് കൊടുക്കാതെ പിടിച്ചു വെച്ച എത്ര ആളുകളുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, അല്ലാഹുവേ പടച്ചറബേ നമ്മുടെ കൂട്ടുകാരനോടാകട്ടെ, കൂട്ടുപിറപ്പുകളാകട്ടെ, നമ്മുടെ ഏതൊക്കെ ബന്ധപ്പെട്ടവരുണ്ടോ അവരോടൊക്കെ നമ്മൾ പിണങ്ങിക്കൊണ്ടെങ്ങാനും നമ്മൾ കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്, ഒരു മുഅ്മിനായ മനുഷ്യന്റെ പേരിൽ ഒരിക്കലും പറ്റാത്ത കാര്യമാണത്. ഒരിക്കലും തന്നെ ഉപേക്ഷിക്കേണ്ട കാര്യമാണത്. തന്റെ ജീവിതത്തിൽ കൊണ്ട് നടക്കാൻ പറ്റാത്ത കാര്യമാണ്. 3 ദിവസത്തിനപ്പുറം നിങ്ങൾ ഒരിക്കലും തന്നെ ഒരു മുഅ്മിനായ മനുഷ്യൻ അവിടെ നിന്ന് പിണങ്ങി നിൽക്കരുത്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാണ്, يلتقيان ويعرض هذا ويعرض هذا. പടച്ചറബേ മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞാൽ രണ്ടുപേരും കണ്ടിട്ട് പടച്ചവനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതെ പടച്ചവനെ അവിടുന്ന് പോകുന്ന കാര്യമാണല്ലോ. അങ്ങനെ ഒരിക്കലും തന്നെ ഉണ്ടാകരുത്. 3 ദിവസം എങ്ങാനും നമ്മൾ പിണങ്ങി നിന്നാൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്, പിന്നെ നിങ്ങൾ നമസ്കരിച്ചിട്ട് കാര്യമില്ല, നോമ്പെടുത്തിട്ട് കാര്യമില്ല, സകാത്ത് കൊടുത്തിട്ട് കാര്യമില്ല, പടച്ചവനെയോട് നന്മ നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങളുടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നന്മയും സ്വീകരിക്കുന്നതല്ലെന്ന് അതാവിടുന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, 2 ആളുകൾ പിണങ്ങുകയാണ്. അതിൽ ഏറ്റവും നല്ലവനെ കുറിച്ചിട്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്. പിണങ്ങിയതിൽ നിന്ന് ആദ്യം മുൻപ് വന്ന ആളുണ്ടല്ലോ, ആദ്യം സലാം പറഞ്ഞ ആളുണ്ടല്ലോ, അവനാണ് ഏറ്റവും വലിയ ഉത്തമനെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ആരാണ് പിണക്കത്തെ അവിടുന്ന് വേർപിരിച്ചത്? ആരാണ് നന്മയിലേക്ക് നയിച്ചത്? അവനാണ് ഒന്നാമന്. അവനിക്ക് നാളെ പടച്ചറബിന്റെ സ്വർഗ്ഗത്തിൽ പടച്ചവനെ അവിടുന്ന് വലിയ കൊട്ടാരം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുകയാണെന്ന് അതാവിടുന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ഈ പിണക്കത്തിന്റെ ഏറ്റവും വലിയ കാരണക്കാരനാരാ? പിണങ്ങാനുള്ള കാരണക്കാരനാരാ? അത് ഇബ്ലീസാണ്. ഈ ദുനിയാവിന്റെ തുരുക്കുകളിൽ അല്ലാഹുവല്ലാതെ ഒരു മഖ്ലൂഖും അവിടുന്ന് ആരാധിക്കുന്നില്ലെന്ന്, അവിടുന്ന് വിശ്വസിക്കുന്നില്ലെന്ന്, അവിടുന്ന് തന്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നില്ലെന്ന് എന്റെ പ്രിയമുള്ളവരെ ഇബ്ലീസിനറിയാം. അതിനിടയിൽ ഉണ്ടാക്കാൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇബ്ലീസ് കൊണ്ട് നടത്തുന്ന ഒരുപാട് ഐഡിയകളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്.
അതിൽപ്പെട്ട ഒന്നാണ് പിണക്കമെന്ന് പറയുന്നത്. അതിൽപ്പെട്ട ഒന്നാണ് പിണക്കമെന്ന് പറയുന്നത്. പിണങ്ങാൻ വേണ്ടി പല കാര്യങ്ങളും അവന് നമുക്ക് മുമ്പിൽ കൊണ്ടുവന്നിടുമല്ലോ, പല പ്രശ്നങ്ങളും ഉണ്ടാക്കുമല്ലോ. പഠിച്ചവനെ എത്രയോ കുടുംബങ്ങളാണ് പഠിച്ചവനെ സ്വന്തം ജ്യേഷ്ഠനോട് മിണ്ടുന്നില്ല, സ്വന്തം അനിയനോട് മിണ്ടുന്നില്ല, വാപ്പ മക്കളോട് മിണ്ടുന്നില്ല, മക്കള് വാപ്പയോട് മിണ്ടുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പല പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലാഹുവേ പിണങ്ങി നിൽക്കുന്ന എത്രയോ ആളുകളാണ്. ആ പിണക്കങ്ങൾ ഇണങ്ങാതെ നിന്റെ ജീവിതത്തിലുണ്ടല്ലോ, ഒരു അമല് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കില്ല. അങ്ങനെ രണ്ടു പേര് പിണങ്ങിക്കൊണ്ട് ജീവിക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്, അതിലാരെങ്കിലും ഒരാളെങ്ങാനും അങ്ങ് മരണപ്പെട്ടാൽ, ആ പിണക്കം തീർക്കുന്നതിന്റെ മുമ്പ് അങ്ങ് മരണപ്പെട്ടാൽ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് എന്താണെന്ന് അറിയോ? അല്ലാഹുവിന്റെ പേടിപ്പെടുത്തുന്ന ഭയാനകമായ നരകമുണ്ടല്ലോ, ആ നരകത്തിന്റെ കുള്ളറയിലേക്ക് കടന്നിരിക്കുകയാണ്. പഠിച്ചവനെ ചില ആളുകൾ പറയാറുണ്ടല്ലോ, അല്ലാഹുവേ ഞങ്ങൾ ഉസ്താദേ ഒരുപാട് ഞങ്ങൾ അവനോട് മിണ്ടാൻ നോക്കി, അവനോട് ഒരുപാട് സലാം പറഞ്ഞു, അവനോട് സംസാരിച്ചു, പക്ഷെ അവന് മിണ്ടുന്നില്ല, അവൻ എന്നോട് പിണങ്ങി നടക്കുകയാണെന്ന് പറയുന്ന അല്ലാഹുവേ പഠിച്ചവനെ എത്രയോ ആളുകളുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ്, അല്ലാഹുവിന്റെ ഹബീബ് അവിടെ നിന്ന് പറയുകയാണ്, നമ്മൾ ഒരാളോട് പിണക്കമായിരുന്നു, രണ്ടുപേരും പിണക്കമായിരുന്നു. പഠിച്ചവനെ പിന്നീടാണ് ഒരുപാട് നന്മകൾ കേട്ടത്, പിണക്കത്തിന്റെ ശിക്ഷകൾ കേട്ടത്, അല്ലാഹുവിന്റെ മുമ്പിൽ സ്ഥാനങ്ങളില്ലെന്ന് കേട്ടത്, ഒരുപാട് ശിക്ഷകൾ അവിടെ നിന്ന് കുറിച്ച് കേട്ടപ്പോൾ പഠിച്ചവനെ അവിടെ നിന്ന് വിടണമെന്ന് ആഗ്രഹം വന്നിട്ടോ നമ്മുടെ കൂട്ടുകാരനോട് പിണങ്ങി നിൽക്കുന്ന കൂടപ്പിറപ്പിനോട് പിണങ്ങി നിൽക്കുന്ന ചോരയോട് അല്ലാഹു അവിടുന്ന് പോയിട്ട് സലാം പറയുകയാണ്, അവിടുന്ന് പോയിട്ട് സലാം പറയുകയാണ്. അങ്ങനെ സലാം പറയുമ്പോ അവരെങ്ങാനും നിന്റെ സലാമിനെ അവിടുന്ന് വിസമ്മതിച്ചാൽ, നീ പറഞ്ഞ സലാമിനെ മടക്കാതെ നിന്നെ തള്ളിക്കളഞ്ഞാൽ, അവിടെ നിന്ന് മാറി നടന്നാൽ, പഠിച്ചവനെ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ നിന്റെ മുമ്പിലേക്ക് ഇറങ്ങി വരും. ചെറുപ്പക്കാരോ എത്തിയിട്ടുണ്ടല്ലോ, നിന്റെ മുമ്പിലേക്ക് കടന്നു വന്നിട്ട് നിന്റെ കയ്യെ പിടിക്കുകയാണ്, നിന്നോട് സലാം അടക്കുകയാണ്, നിന്റെ പേര് നിന്റെ വാപ്പാന്റെ പേരെടുത്ത് പറഞ്ഞിട്ടോ നിന്നോട് സലാം അടക്കുകയാണ്, നിനക്ക് ഒരുപാട് നന്മകൾ അവിടെ നിന്ന് എഴുതുകയാണ്. അല്ലാഹുവേ പഠിച്ചവനെ ആ പിണങ്ങി കൊണ്ട് പിണക്കം മാറ്റാതെ തിരിഞ്ഞു പോയവരുണ്ടല്ലോ, അല്ലാഹുവേ പിശാചിന്റെ കൂട്ടാളികളുമുണ്ടല്ലോ, അവന്റെ കയ്യിൽ ഇങ്ങനെ പിടിക്കുകയാണ്, അവന്റെ കയ്യിൽ ഇങ്ങനെ പിടിക്കുകയാണ്. എന്നിട്ട് അവനെ നരകത്തിന്റെ കഥകൾ പറഞ്ഞിട്ട് പഠിച്ച റബ്ബേ അവനക്ക് ആഹ്ലാദങ്ങൾ കൊടുത്തിട്ട് അവനോട് പഠിച്ച റബ്ബേ അവന്റെ കൂട്ടാളികൾ അവനിങ്ങനെ സന്തോഷിപ്പിക്കുകയാണ്, നരകത്തിന്റെ അഖിലകാരിലേക്ക് ചേർക്കപ്പെടുകയാണ്, തെറ്റിന്റെ വഴികളിലേക്ക് ചേർക്കപ്പെടുകയാണ്. അങ്ങനെ കടന്നു കഴിഞ്ഞാൽ പിന്നീട് അവനക്ക് നമസ്കരിക്കാനുള്ള മനസ്സില്ലല്ലോ, അവനക്ക് ഖുർആൻ ഓതാൻ കഴിയില്ലല്ലോ, നന്മകളുടെ വാതായനങ്ങൾ അവന്റെ ഹൃദയങ്ങൾ തുറക്കൂല, ഹൃദയം ഇങ്ങനെ തെറ്റുകളെ കൊണ്ട് കുടുസാകുകയാണ്, ഹൃദയം ഇങ്ങനെ മോശപ്പെട്ട രീതികളിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അതുകൊണ്ട് നമ്മുടെ മുമ്പിലേക്ക് ആരെങ്കിലും പഠിച്ചവനെ അവിടുന്ന് സലാം പറഞ്ഞു വന്നാൽ, അല്ലാഹുവേ പഠിച്ചവനെ സലാം നിങ്ങൾ മടക്കണേ. രണ്ടുപേരും അവിടുന്ന് കുറ്റത്തിൽ നിന്ന് ഒഴിവാണ്,
നിങ്ങൾ മടക്കാതിരുന്നാൽ ആ പറഞ്ഞവനുണ്ടല്ലോ, സലാം പറഞ്ഞവനുണ്ടല്ലോ, അവന് കുറ്റത്തിൽ നിന്ന് ഒഴിവാകുകയാണ്. ഈ സലാം മടക്കാതെ തെറ്റി നടന്നവരുണ്ടല്ലോ, അവനിക്ക് അല്ലാഹു തആല തിന്മയുടെ വാതായനങ്ങൾ തുറക്കുകയാണ്. അവന് കുറ്റക്കാരനാണ്. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പിണങ്ങി നിന്ന് കഴിഞ്ഞാൽ 3 ദിവസത്തിന്റെ അപ്പുറം നമ്മളെ ബന്ധപ്പെട്ടവരോട് എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കാണ്, നിന്റെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും പിന്നെ രക്ഷ നൽകൂല. അല്ലാഹു സഹായിക്കൂല. നിന്റെ അമൽ അല്ലാഹു തആല സ്വീകരിക്കൂല. പറയില്ലേ ഉസ്താദേ, ഒരുപാട് ദുആ ചെയ്തു, ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, നടക്കണില്ല ഉസ്താദേ. വിഷമം പറയാറില്ല. നിങ്ങളൊന്ന് ആലോചിക്കുക, നിങ്ങൾ ആരോടെങ്കിലും പിണങ്ങി നിൽക്കുന്നുണ്ടോ? ഒരു മനുഷ്യൻ മറ്റൊരാളോട് പിണങ്ങി നിന്നാൽ, ഒരു സദസ്സിൽ എന്നിട്ട് പോയിരുന്നാൽ, ആ സദസ്സിൽ അല്ലാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തിയിട്ട് അവിടുന്ന് ഒരാൾ ദുആ ചെയ്യുന്നുണ്ടെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, ആ ദുആ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കൂല. ആ സദസ്സിൽ പിണങ്ങി നിന്ന ആളെന്തായാൽ മതി, പോയിട്ടിരുന്നാ മതി. ആ സദസ്സില് അവിടുന്ന് പോയിട്ടൊന്ന് ഇരുന്നാ മതി. എന്റെ പ്രിയമുള്ളവരെ, അവിടുന്ന് സ്വീകരിക്കില്ല എന്ന്, ആ ദുആ പോലും അവിടുന്ന് സ്വീകരിക്കില്ല. നമ്മളൊരു മജ്ലിസ്, ആ മജ്ലിസ് ആളുകൾ അവിടുന്ന് ദുആ സ്വീകരിക്കണമെങ്കിൽ, ഞാൻ ഇവിടുന്ന് മജ്ലിസ് ദുആ ചെയ്യാണ്, ഞാനിങ്ങനെ നമ്മൾ വലിയൊരു മജ്ലിസിലാണ്, എല്ലാവരും ഒരുമിച്ച് കൂടി ഞാനിങ്ങനെ ദുആ ചെയ്തു, എന്റെ ദുആ അല്ലാഹു തആല ഖബൂലാക്കണമെങ്കിൽ ഈ ഇരിക്കുന്ന ആരുടെയെങ്കിലും ഒരാളുടെ ജീവിതത്തിൽ അവരുടെ ബന്ധപ്പെട്ടവരോട് പിണങ്ങിയിട്ടാണ് അവർ കഴിയുന്നതെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥന അല്ലാഹു തആല സ്വീകരിക്കൂല. അത്രക്കും വലിയ ഭയാനകമായ വല്ലാത്ത അവസ്ഥയാണ് പിണങ്ങി കഴിയാതെ പറഞ്ഞാൽ. അല്ലാഹു നമുക്ക് രക്ഷിക്കട്ടെ. അല്ലാഹു തആല നമുക്ക് രക്ഷിക്കട്ടെ. അൽഹംദുലില്ലാഹ്, ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു എല്ലാവരുടെയും പ്രയാസങ്ങൾ മാറ്റി കൊടുക്കട്ടെ.